പുരോഗതിയുടെ പാതയിൽ എവിടെയോ വെച്ച് മനുഷ്യന് അവന്റെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടുപോയി. കണ്ടെത്താൻ ശ്രമിക്കും തോറും കൂടുതൽ നിഗൂഢമാകുന്ന പ്രതിഭാസം, അതത്രേ മനുഷ്യ മനസ്സെന്ന ഗുഹ. ഗാനങ്ങൾ മങ്കമ്മു ഗോപാലകൃഷ്ണൻ, നൃത്തം വൈക്കം മൂർത്തി, സംഘട്ടനം ശെൽവമണി, നിശ്ചല ഛായാഗ്രഹണം നാഷണൽ ചെല്ലയ്യ, പ്രോസസിംഗ് ജെമിനി കളർ ലാബറട്ടറി, റെക്കോർഡിംഗ് AVM, ചിത്രാലങ്കാരം ഭാസ്കരൻ, മേക്കപ്പ് പാണ്ഡ്യൻ, വാർത്താപ്രചരണം PT ജയരാജൻ, പരസ്യകല വത്സൻ, സംവിധാന സഹായി ജിയോ, ഛായാഗ്രഹണ സഹായി എത്തിരാജ്, അസിസ്റ്റന്റ് എഡിറ്റർ KK ബാലൻ, ചിത്രീകരണം സഞ്ജയ് ഔട്ട്ഡോർ യൂണിറ്റ്, നിർമ്മാണ നിർവഹണം കാശിനാഥൻ, സഹായികൾ രാജു, നാഗേഷ്, രാജ്, ശേഖർ. അഭിനയിക്കുന്നവർ ശങ്കർ, ബഹദൂർ, വിജയൻ, വിൻസെന്റ്, മഞ്ചേരി ചന്ദ്രൻ, സുധീഷ്, സുദർശൻ, ഉണ്ണി, പവിത്രൻ, അംബിക, മേനക, മിനി, സൈരാഭാനു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ: പൗർണമി, KSN രാജ്, സംഗീതം ശങ്കർ ഗണേഷ്, ചിത്രസംയോജനം BS മണി, ഛായാഗ്രഹണം കൃഷ്ണൻകുട്ടി. ഡോക്ടർ പ്രസാദ് ഹിയർ. ഹലോ, ഡോക്ടർ പ്രസാദിനെ വിടണേ. ഞാൻ ദേവുവാണ് സംസാരിക്കുന്നത്. എന്റെ ചേട്ടനെ രക്ഷിക്കണം. വാട്ട്? എന്റെ ചേട്ടനെ രക്ഷിക്കണം. ചേട്ടനെ അസുഖം പോയി. ഹലോ ഹലോ ഹലോ. ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ചവരാരും ഇതുവരെ കൊല്ലാൻ സാധിച്ചില്ല. ഞാൻ ആഗ്രഹിക്കാത്ത മരണം ഇനി സംഭവിക്കണം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡോക്ടർ പ്രസാദാണ്. ഞങ്ങളിതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിന് പിന്നിൽ ഒരു നടന്ന കഥയുണ്ട്. കാലത്തിലൂടെ പിന്നിലേക്ക്. അനിതേ, ഞാൻ മുതലാളിയോട് ചോദിച്ചു നോക്കി, പക്ഷേ പണം കിട്ടിയില്ല. ഒരു വലിയ നർത്തകിയായി തീരാൻ എനിക്കെന്ത് മോഹമായിരുന്നു. പക്ഷേ ഭാഗ്യമില്ല സാറേ. അച്ഛനോട് ചോദിച്ചാൽ തരില്ലേ? കിട്ടുന്ന കാശ് കുടിക്കാൻ പോലും തികയാത്ത ആളാണ് അച്ഛൻ. വേണ്ട സാറേ, ഞാൻ എന്റെ ആഗ്രഹങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞോളാം.
നീ പൊയ്ക്കോളൂ. നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. വാസുദേവ, ഏതാണ് ആ പെൺകുട്ടി? എന്തോ ഡാൻസ് പഠിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അത് നമ്മുടെ നാരായണൻ ഭാഗവതര മകളാ സാർ, അനിത. അയ്യോ പാവങ്ങളാ സാറേ. ചേറ്റിലെ ചെന്താമര. എടോ, ഇന്ന് വരെ എന്റെ വലയിൽ കുടുങ്ങിയിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം മീനാണ്. ഗോൾഡൻ ഫിഷ്. അവൾക്ക് ഡാൻസ് പഠിക്കണം അല്ലേ? വാസുദേവ വരൂ. എല്ലാം മനസ്സിലായല്ലോ. നിന്നെ ഞാനൊരു വലിയ നർത്തകിയാക്കും. എങ്ങനെയുണ്ട് മാഷേ നമ്മുടെ കുട്ടി? ഇത്രയും സമൃദ്ധിയായ ഒരു ശിഷ്യ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി നല്ലൊരു ദിവസം നോക്കി അരങ്ങേറ്റം നടത്തുകയേ വേണ്ടു. അനിത ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകയായി തീരും. അതിനുവേണ്ടി അല്ല മാഷേ ഞാൻ എന്റെ പണം ചെലവഴിച്ചത്. എനിക്ക് മനസ്സിലായില്ല. അരങ്ങേറ്റം എന്റെ മണിയറയിൽ വെച്ച് മതി. ഞാൻ അവളുടെ അച്ഛനുമായി സംസാരിച്ചോളാം. അതല്പം ആലോചിക്കേണ്ട കാര്യമാണല്ലോ. എത്ര ആലോചിക്കാൻ? അതങ്ങ് സമ്മതിക്കേ വേണ്ടു. വാസുദേവ, ചുരുട്ട്. ചുരുട്ടല്ലേ സാറേ കയ്യിലിരിക്കുന്നേ? ഓ വാസുദേവ, ഞാനതങ്ങ് മറന്നു. എന്താ നോക്കുന്നേ? കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഇത് മുഴുവനും നിങ്ങൾക്കുള്ളതാ. ഇതുകൂടെ ഭാഗവതരം കുടിച്ചാട്ടെ. കോടീശ്വരനായ ചന്ദ്രശേഖര കൈമൾ എന്റെ മകളുടെ ഭർത്താവിന് ആഗ്രഹിച്ചത് എന്റെ മനസ്സിന്റെ നേരുകൊണ്ടാ. അപ്പോൾ മകളുടെ സമ്മതം? എന്റെ സമ്മതം തന്നെ, അവളുടെ സമ്മതം. ഇതൊന്ന് നടന്നു കിട്ടിയാൽ പിന്നെ ഭാഗവതർ ആരാ? അതിന്റെ മഹിമ എന്താ? അനിതയുടെ സമ്മതം കിട്ടിയാൽ ആ നിമിഷം വിവാഹം നടക്കും. ഞാൻ സമ്മതിപ്പിക്കും സാർ. എന്റെ വാക്ക് അവൾ ഒരിക്കലും തട്ടിക്കളഞ്ഞിട്ടില്ല. എന്റെ ആശയെല്ലാം ഇന്ന് സാധിച്ചു. മോളെ, നമ്മൾ രക്ഷപ്പെട്ടടി. എടാ കൈമളെ, ഇന്ന് മുതൽ നീ എന്റെ മരുമോനാടാ. ഏതായാലും ഇതെന്റെ വിധിയാണ്. ഇത് ഇതിനനുസരിച്ച് ജീവിച്ചു തന്നെ ഒരു നല്ല ഭാര്യയായി. ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതിനും എനിക്ക് മടിയില്ല. മകളെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ജോലിക്കാരെ എല്ലാം പറഞ്ഞു വിട്ടു. സൊസൈറ്റിയിൽ എന്റെ സ്ഥാനം നിലനിർത്താൻ ഞാൻ പല വേഷങ്ങളും കിട്ടും. പക്ഷെ ആത്മാർത്ഥ സ്നേഹിതൻ എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. ആരാണത്? ടൈഗർ. കമോൺ കമോൺ കമോൺ. ഇതാണ് നിന്റെ കൊച്ചമ്മ. യു ഗോ ഗോ. ഈ നിറഞ്ഞ സൗന്ദര്യം മറ്റൊരാൾ അനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. സ്വാർത്ഥതയാണ്, എങ്കിലും ഞാൻ അതിനടിമയാണ്. അനിതയ്ക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി. അടുത്ത നിമിഷം അത് സാധിച്ചിരിക്കും. ഇനി എന്താ ഒന്നും മിണ്ടാത്തത്? ബോറടിച്ചു. എങ്കിൽ ഞാൻ രണ്ട് നല്ല തമാശ പറയാം. എന്തെങ്കിലും ആഹാരം വെക്കാം? വെക്കാനോ? ഓയ്, നമുക്ക് മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. ഒരു പിടിയും കിട്ടുന്നില്ല.
ടെലഗ്രാം ടെലഗ്രാം വരെ അങ്ങനത്തെ സമയം. ആഹാരം എടുത്തു വെച്ചു. ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിവാഹവും സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് അനുശോചനം അറിയിച്ചിരിക്കുന്നു. ആരുടെ ടെലഗ്രാമാണ്? എന്റെ മകളുടെ. അതുകൊണ്ടായിരിക്കും നമ്മളുടെ വിവാഹത്തിന് അവൾ സമ്മതിക്കാതിരുന്നത്. അവളുടെ കൂടെ ജീവിതം ഉദ്ദേശിച്ചായിരിക്കും അവൾ ഇങ്ങനെ കമ്പിയടിച്ചത്. എന്റെ നിലയും വിലയും വെച്ച് ഒരു കുബേരകുമാരനെ കൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ പക്ഷേ ഒന്നുമില്ല, അവർ സുഖമായി കഴിയുന്നു. വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. വരൂ. ചോറ് വിളമ്പട്ടെ? എനിക്ക് ചോറ് വേണ്ട. ബ്രെഡ് ബട്ടർ എടുക്കട്ടെ? വേണ്ട വേണ്ട, നെയ്യും വെണ്ണയും ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഉഗ്രനുണ്ടല്ലോ, ഇതെല്ലാം അവന്റെ വളങ്ങളാണ്. അത് കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെയും ഹാർട്ട് അല്പം വീക്കാണ്. എങ്കിൽ ചായ ഇട്ടുകൊണ്ട് വരട്ടെ? ചായയിൽ പഞ്ചസാര ഇടണ്ട, അത് ആവശ്യത്തിന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ കഴിക്കുന്നത്? എണ്ണമയമില്ലാത്ത ഒരു ചപ്പാത്തി, ദാഹിക്കുമ്പോൾ അല്പം നാരങ്ങ വെള്ളം, രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് വിതൗട്ട് ഷുഗർ. ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയില്ലേ? അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ഗുളികകളും ടോണിക്കുകളും വാങ്ങി വെച്ചിട്ടുണ്ട്. അതല്ലേ എന്റെ ആരോഗ്യ രഹസ്യം. പക്ഷെ അനിത ഈ പ്രായത്തിൽ ഇതെല്ലാം കഴിക്കണം. അതുകൊണ്ടല്ലേ സാധനങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം, കൊഴുപ്പ്, എരിവ്, പുളി, ഉപ്പ് ഇവ കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവ ലൈംഗിക വികാരങ്ങളെ വർദ്ധിപ്പിക്കും. നമുക്കെല്ലാം മിതമായിട്ട് മതി. പോരെ? ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. ഭാര്യയുടെ കൈകൊണ്ട് ആഹാരം, പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശയനസുഖം. വരും. ആദ്യ ഭാര്യയ്ക്ക് രോഗശൈലിയിൽ നിന്നും എഴുന്നേൽക്കാൻ സമയമില്ലായിരുന്നു. പിന്നെ ഒരു കുഞ്ഞുണ്ടായെന്ന് മാത്രം. അവളെ ഞാൻ ജീവനെ പോലെ വളർത്തി. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, പറയട്ടെ. അനിതയ്ക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണ്. പറയൂ. ചിലങ്കകൾ കൊണ്ടുവന്നിട്ടില്ലേ? അത് കെട്ടി ഒരു ഡാൻസ് ചെയ്യും. വെസ്റ്റേൺ ഡാൻസ് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതായാൽ ഏറ്റവും നല്ലത്. ഞാൻ മ്യൂസിക് ഇട്ട് തരാം. കമോൺ കമോൺ, ഡാൻസ് ഡാൻസ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടൻ നൃത്തം വരില്ല. എന്റെ ഒരു കൊതിയായി. പിന്നീടാവും. ഓക്കെ, അത് മതി. മൂട് വരുമ്പോ മതി. എങ്കിലേ ഒരു രസമുണ്ടാവും. വരും, കിടക്കാം. അല്ല, നീ ഒരു ചിത്രകാരി കൂടിയാണോ? എന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ലെന്നർത്ഥം. ഓ യെസ്, ഞാൻ കാണുന്നുണ്ട്. വരയ്ക്കൂ. അഗസ്ത്യ മഹർഷി കടൽ കുടിച്ച് വറ്റിച്ച കഥ നീ കേട്ടിട്ട്. ഇപ്പോൾ നീ ഒരു സൗന്ദര്യ കടലും ഞാൻ അഗസ്ത്യനുമാണ്. എനിക്ക് ആസ്മയുടെ ഒരു ട്രബിളുണ്ട്.
അനിതേ ഉറങ്ങല്ലേ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ഫിസിക്കലി ഐ എം ഓൾ റൈറ്റ്, ദാറ്റ് ഐ നോ. ഇനി മാനസികമായി വല്ല പ്രയാസവും ഉണ്ടോ എന്നറിയാനാണ് ഡോക്ടർ പ്രസാദിനെ തന്നെ കാണാമെന്ന് വെച്ചത്. കേട്ടിടത്തോളം ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഭാര്യയ്ക്ക് യോജിച്ചവനല്ല എന്നൊരു സംശയം ഉപബോധ മനസ്സിൽ സൂക്ഷിക്കുന്നു. പ്രായവ്യത്യാസം കൊണ്ടാകാം. എങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാക്കാം. ഓൾ റൈറ്റ് ഡോക്ടർ, ഇന്ന് മുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അപ്പാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, അടുത്ത ആഴ്ച കാണാം. നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ? അല്ല, എന്റെ അക്കൗണ്ട്സ് മുഴുവൻ തല കീഴായിട്ട് കിടക്കുകയാണ്. മിസ്റ്റർ ദാസ് അക്കൗണ്ടിൽ ഒരു കാലിനാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ടാറ്റാ. അങ്ങനെ പിടിക്കാകണ്ട. അരി എന്ത് പോകുന്നേ? ഓ പോട്ടെ, ഹോട്ടലിൽ പോയി കഴിക്കാം. ഇതെന്തൊരു നാണക്കേടാ, ഇതിലൊക്കെ ഒരു നേരം കാലമില്ലേ? ഓ പിന്നെ പഞ്ചാംഗം നോക്കിയല്ലേ എല്ലാവരും ശൃംഗരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് ഒളിച്ചുകളി അറിയാമോ? ഒളിച്ചുകളിയോ? ഒളിച്ചുകളി നീ ഒളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. പിന്നെ കൊച്ചുകുട്ടികളല്ലേ ഒളിച്ചു കളിക്കാൻ? വാ ഇവിടെ. അയ്യോ, കണക്കായി പോയി. മോശം. ഹലോ സർ, വരണം. ഇരിക്കണം സർ. ഓൾ റൈറ്റ്. എന്താ പുതിയ ഓഡിറ്റിംഗ് കൺസേൺ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എവിടം വരെയായി? നടന്നുകൊണ്ടിരിക്കുന്നു. ദേവു, ആരാ വന്നിരിക്കുന്നു നോക്കിക്കേ. നമസ്കാരം. നമസ്തേ. എന്താ അകത്ത് ജോലിയായിരുന്നെന്ന് തോന്നുന്നു. അതെ. സാറിന് എന്ത് വേണം കുടിക്കാൻ? കാപ്പി, ചായ, ഹോർലിക്സ്? നോ 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 നോ, എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത മോരുമൽ. യെസ്റ്റർഡേ ഐ ഹാഡ് എ ഹെവി നൈറ്റ്. ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എങ്ങനെയുണ്ട് സാർ സാറിന്റെ പുതിയ മാരീഡ് ലൈഫ്? വെരി ഹാപ്പി, പരമാനന്ദം. പിന്നെ ദാസ് ഇരിക്കൂ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ വിശേഷിച്ച്? ഓഹ്, ഈ ഇൻകം ടാക്സുകാർ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുക. ഇൻകം ടാക്സ്, അഡീഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്, സർചാർജ്, ഒന്നും പറയേണ്ട തലവേദന. ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് ഇതോട്ട് ശ്രദ്ധിച്ചതുമില്ല. ഇപ്പൊ അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ എനിക്ക് BP കൂടും, ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരും. അപ്പപ്പോ ഉള്ളത് അപ്പപ്പോ തീർത്താൽ ഈ കുഴപ്പമുണ്ടോ? അപ്പോ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ജോലി വേണ്ടേ? ദാസ് ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്തണം. എന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരും. പ്രതിഫലത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ഇക്കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ദാസ് സൗകര്യം പോലെ ഓഫീസിലേക്ക്, താങ്ക് യു, ഓഫീസിലേക്ക് ഒന്ന് വരണം. കമ്പനി ഓഫീസിലേക്കല്ല, വീട്ടിലെ ഓഫീസിലേക്ക്. വീട്ടിലോ? അപ്പോൾ കള്ളക്കണക്കിൽ ധാരാളം കാണുമെന്ന് അർത്ഥം. ഓഫ് കോഴ്സ്. പിന്നെ ഞാനീ ഉണ്ടാക്കുന്നതെല്ലാം സർക്കാരിന് കൊടുത്താൽ ഞാൻ ഈ നിലയിലെത്തും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ധൃതിയായോ? ഊണ് കഴിഞ്ഞിട്ട് പോകാം. നോ താങ്ക് യു, വൈഫ് എന്നെ കാത്തിരിക്കും. എങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. കറക്റ്റ്. അപ്പൊ നിങ്ങളുടെ പാതകം നടക്കട്ടെ. ടാറ്റാ. ടൈഗർ ഗോവേ. അനിതേ, നിനക്ക് ഈ ഒളിച്ചുകളി അറിയാമോ? ഒളിച്ചുകളിയോ? ഒളിച്ചുകളി വളരെ ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. നീ ഇങ്ങനെ പ്രതിമ പോലെ നിന്നാലോ, നീ എല്ലാത്തിനും ഇങ്ങനെ മടുപ്പ് കാണിച്ചാൽ ഞാനും മടുത്തു പോകും. അല്പം എനർജറ്റിക് ആയിട്ടിരിക്കണ്ടേ? എനിക്ക് വയ്യ കുട്ടികളി. കുട്ടിക്കളിയല്ല. വേണ്ടെങ്കിൽ വേണ്ട. എനിക്കിന്നെന്തോ ഭയങ്കര ആരോഗ്യം തോന്നുന്നു. ഡോക്ടറും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഞാനേ ഒളിച്ചുകളി പഠിപ്പിച്ചു തരാം. Come on. ഇവിടെ വാടി പിന്നെ ഇന്ന് നിന്നെ ഞാൻ എനിക്കൊന്നുമില്ല. നെഞ്ചുവേദന ഒന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അതിരാവിലെ എനിക്ക് ഒരാളെ കാണാനുണ്ട്. നേരത്തെ കിടന്നുറങ്ങിയാൽ
നേരത്തെ എഴുന്നേൽക്കാം. റൈറ്റ് ഓൺ. ഗുഡ് നൈറ്റ്. അവന്റെ ഒരു ആരോഗ്യം. സാർ ആ ലെറ്റർ കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്യണ്ട. സർ, അമേരിക്കൻ പാർട്ടിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 2 ആഴ്ചക്കകം തന്നെ ആദ്യത്തെ ലോട്ട് അയക്കണമെന്ന്. പോയിക്കോളൂ, വിളിക്കാം. ലണ്ടനിൽ നിന്നും കോൾ വന്നിരുന്നു. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനം റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് അല്പം റെസ്റ്റ് വേണം. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു കോൾ ഉണ്ടായിരുന്നു. ഐ വാണ്ട് റെസ്റ്റ്. ഐ സേ ഗെറ്റ് ഔട്ട്. ആരാ? കൈമൾ സാറില്ലേ? കമ്പനിയിലേക്ക് പോയി. ടൈഗർ, ഇതിനെവിടെങ്കിലും തളച്ചാൽ കൊള്ളാം. ഈ സാധനത്തെ എനിക്ക് അല്പം പേടിയാണ്. എന്തിനാ വന്നത്? ഞാനൊരു ഓഡിറ്ററാണ്. ഇവിടെ കുറെ ജോലിയുണ്ടെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം വരട്ടെ. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ടു മേക്ക് എ ഫോൺ കോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓഫീസിൽ ഫോൺ പൂട്ടിയിരിക്കുക. മോണിൽ ഫോൺ ഉണ്ടോ? ഉണ്ട്, ഈ വഴി വയ്ക്കുള്ളൂ. താങ്ക് യു. ടൈഗർ, ടൈഗർ, ടൈഗർ. അവനെ കെട്ടിയിട്ടിരിക്കുന്നു. എന്തിന്? ആ ഓഡിറ്റർ വന്നിരിക്കുന്നു. അയക്ക് പേടിയാണെന്ന് പറഞ്ഞു. ആര്? ദാസോ? എന്നിട്ട് എവിടെ? മോളിൽ ഫോൺ ചെയ്യുന്നു. ഒന്ന് ചുമ്മാ തിരടി പെണ്ണേ. വയ്ക്കട്ടെ. സ്വീറ്റ് കിസസ്. ഞങ്ങൾ ഒന്നും കേട്ടില്ല. ആട്ടെ, കുറച്ചു നേരമായോ വന്നിട്ട്? കുറച്ചു നേരമായി. വണ്ടി കണ്ടില്ല? വണ്ടി വർക്ക്ഷോപ്പില്ല. ഓൾറൈറ്റ്, ഇരിക്കൂ. അനിതേ, എനിക്ക് പരിചയമുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ ഒരു ഓഡിറ്ററാണ് മിസ്റ്റർ മോഹൻ സുന്ദരദാസ്. ദാസ്, നമ്മുടെ ജോലി ഇന്നു മുതലേ തുടങ്ങിക്കളയാം. ഇനി കുറച്ചു കാലത്തേക്ക് എനിക്ക് നല്ലൊരു കൂട്ടായി. അപ്പോൾ ഇതുവരെ കൂട്ടിന് ആളില്ലായിരുന്നു. എന്നല്ല, എന്താ, വീട് വിട്ടു കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് അല്ലേ. ബൈ അനിതേ, ദാസിന് കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഒരു നല്ല വാക്ക് പോലും ഇതുവരെ പറഞ്ഞില്ല, പിന്നല്ലേ കുടിക്കാൻ. നമ്മളെപ്പോലെ സൊസൈറ്റിയിൽ മൂവ് ചെയ്ത് പരിചയമില്ല. അനിതേ, 2 ഗ്ലാസ് ലൈം ജ്യൂസ് ഓഫീസിലേക്ക് കൊണ്ടുവരും. വരുതാ, നമുക്ക് ഇതിലെ ഓഫീസ് റൂമിലേക്ക് പോകാൻ വഴിയുണ്ട്. കമാ. എന്താ ദാസ്, വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ദാസ് എന്നെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. ഈ റൂം വിട്ടു തന്നിരിക്കുന്നു. ഓ, എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാം. ഞാനിവിടെ വന്നതിന് ശേഷം മനുഷ്യര് ഭയപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങളോടും. That's all right. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അനിതേ, ഇന്നത്തേക്ക് ക്ഷമിക്കണം. ചുരുങ്ങിയത് ഒരു 2 മണിവരെയെങ്കിലും ഞങ്ങൾ 2 പേരും ഇരിക്കണം. ഇരുട്ടാകുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്നാണ് ശ്രീമതി കൽപ്പന. അത്രയ്ക്ക് സംശയമാണോ ദാസിനെ പറ്റി ശ്രീമതിക്ക്? കേട്ടോ, അനിതയ്ക്ക് അങ്ങനെയുള്ള ഒരു സംശയവും എന്റെ പേരിലില്ല. ഒരു 12 മണിവരെയെങ്കിലും. ഇന്നുകൊണ്ട് ഏതായാലും തീരാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി 1-2 ആഴ്ചയെങ്കിലും ഇരിക്കേണ്ടി വരും. It is all right. Carry on. ദേവു, നീ എന്റെ സ്വന്തമായിരുന്നില്ലെങ്കിൽ എന്റെ ജന്മം തന്നെ പാഴാകുമായിരുന്നു. ഇതൊക്കെ ആണുങ്ങളുടെ വെറും പ്രശംസയല്ലേ. ഞാനില്ലെങ്കിൽ എന്നേക്കാൾ സുന്ദരിയായ മറ്റൊരുത്തി. എനിക്കിങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിന്റെ അർത്ഥം ദേവു എന്ന 2 അക്ഷരത്തിന് പുറത്തേക്കില്ല. ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മുടെ ഈ ബന്ധം?
ജന്മാന്തരങ്ങളിലൂടെ ലോക അവസാനം വരെ നമ്മൾ ജീവിക്കും. അങ്ങനെയായിരിക്കണേ എന്നാണ് എന്റെയും പ്രാർത്ഥന. ദേവു, നിങ്ങൾ ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ. കൈമൾ സാറിനെ നാളെ വന്ന് കാണാമെന്ന് പറയൂ. ആര് കൈമൾ? ഓഹോ, നിങ്ങളായിരുന്നോ? അതെ, ഞങ്ങൾ തന്നെ. നീ ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം. ഗവൺമെന്റിനെ വഞ്ചിക്കാൻ ശ്രമിച്ച കേസല്ലേ? അത് പിൻവലിക്കില്ല. എന്നാൽ ഞങ്ങൾ കോടതിയിൽ കയറുന്നതിന് മുമ്പ് നീ ആശുപത്രിയിൽ കയറും. ഈശ്വര, ഇത് ഗതിയാണ്. പോലീസ്, പോലീസ്. നിർത്ത്. ആശാനെ, ആശുപത്രിയിൽ പോണോ കോടതിയിൽ പോണോ? രണ്ടും ഒപ്പം നടക്കുമെന്നാ തോന്നുന്നു. അനിതേ, ഒടുവിൽ എന്റെ ആഗ്രഹം സാധിച്ചു അല്ലേ? അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒരു വ്യവസ്ഥയിന്മേൽ. വ്യവസ്ഥയോ? ശരീരത്തിന്റെ ഒരു നേരിയ ചലനം മതി ഈ ചിലങ്കി ഉണരാൻ. ഇന്നു മുതൽ ഇതെന്റെ കാലിലുണ്ടായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു താളം, രതിഭാവത്തിന്റെ ഒരൊറ്റ താളം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ നൃത്തം വയ്ക്കും. നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത് വരെ. ഈ കേട്ടത് ചിലങ്കയുടെ താളമല്ല, തേങ്ങലാണ്. സാർ, എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി. അപ്പോ ഒരാഴ്ചക്കകത്ത് സബ്മിറ്റ് ചെയ്യാമല്ലോ? കഴിഞ്ഞാൽ ശ്രമിക്കാം. സാർ ഒരു കാര്യം ചെയ്യണം. ഒരു 3 മാസം മുമ്പുള്ള ഡേറ്റിട്ട് കുറെ വൗച്ചറുകൾ ശരിപ്പെടുത്തി തരണം. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ്. വരുമ്പോ ശരിപ്പെടുത്തി കൊണ്ടുവരാം. ആട്ടെ, കുറച്ച് ബ്ലാങ്ക് വൗച്ചേഴ്സ് തന്നേക്കും. ദാ ഇവിടെ ഉണ്ടല്ലോ. ഇതാ സർ വൗച്ചേഴ്സ്. എല്ലാം ഒപ്പിട്ട് കിട്ടിയോ? യെസ് സാർ. ശരി. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോകും. സാർ ഓരോ പറഞ്ഞേക്ക്. ശരി.
പിന്നെ 2-3 ദിവസമായി ചിലങ്ക കിട്ടിയാൽ നടക്കും തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓ അതാണല്ലേ, ദാറ്റ്സ് ഗുഡ്. അനിതേ, എന്താ മിസ്റ്റർ ദാസ്, ഷോക്ക് അടിച്ചെന്നു? ഡോക്ടർ ഭാസ്കർ ഹിയർ. എന്താ മിസ്റ്റർ ദാസ്, ഷോക്ക് അടിച്ചോ? നിങ്ങൾക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ അറിയാമെങ്കിൽ അതാണിപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോഴേക്ക് ഞാൻ എത്തിക്കൊള്ളാം. ഷോക്ക് അടിച്ചു. ഡോക്ടർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് നൽകാൻ. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. വളരെ അപകടകരമായ നിലയിലായിരുന്നു. എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? അങ്ങനെയൊന്നും പറയാതെ, പ്ലീസ് റിലാക്സ്. എന്നെ ആ സോഫയിൽ നിന്ന് കൊണ്ടിരുത്താമോ പ്ലീസ്? വരൂ, വേഗം വരൂ. എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? അനിതേ, എന്ത് പറ്റി അനിതേ? നത്തിങ് ടു വറി സർ, അനിത സുഖമായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്, മിസ്റ്റർ ദാസിനാണ്. ദാസിന്റെ മിടുക്കൊണ്ടാണ് അനിത ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ദാസ്, താങ്ക് യു ദാസ്, താങ്ക് യു. അല്ല മിസ്റ്റർ ദാസ്, നിങ്ങൾക്ക് വൈദ്യവും അറിയാമോ? അത്യാവശ്യത്തിന്. എന്നെ രക്ഷിക്കാനാണോ ഇത്രയും പേര്? പിന്നെ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ? എങ്കിലും ഈ ഡോക്ടർമാരെല്ലാം വെറുതെ ബുദ്ധിമുട്ടിച്ചു. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. എന്താ കൈമൾ സാറേ? കറക്റ്റ്, കറക്റ്റ്. ഇനി ഒരല്പം റെസ്റ്റ് എടുക്കട്ടെ. ഒരു ഉറക്കം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓൾ റൈറ്റ്. വരൂ അനിതേ, നമുക്ക് അകത്ത് പോയി അല്പം റെസ്റ്റ് എടുക്കാം. പതുക്കെ, സ്ലോ.
പതുക്കെ 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 പതുക്കെ. Come on, Calvin, come on. താമസിച്ചത് മണി 4 കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷ് ഓഫീസിൽ പോകേണ്ടിയിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത്. ഒരു ഫോണെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്തിന്? ഇവിടെ ഇനി എത്ര നാളത്തെ വർക്കുണ്ട്? കൂടി വന്ന 4 ദിവസം. അത് കഴിഞ്ഞാൽ വരില്ലല്ലേ? ജോലിയില്ലാതെ വന്നിട്ടെന്തിന്? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോട്ടെ. ഇന്നലെ വരെ കണ്ട അനിതയല്ല ഇന്ന്. അതുകൊണ്ട് ഇന്നലെ വരെ ഇവിടെ നിങ്ങൾ കണ്ടത് അനിതയുടെ ശവമായിരുന്നു. അനിത എന്താണ് അർത്ഥമാക്കുന്നത്? ഇത്രയും നാൾ വിധിയെ പഠിച്ച് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. എല്ലാം അടയ്ക്ക് ഒരു സമാധിയിലേക്ക് നീങ്ങുകയായിരുന്നു ഞാൻ. ദാസ്, എന്നെ ഉണർത്തിയ നിങ്ങളല്ലേ? ഞാനോ? അതെ, നിങ്ങൾ. എന്റെ നിയന്ത്രണങ്ങൾ തെറ്റിച്ചത് നിങ്ങൾ സ്പർശനമാണ്. അനിതേ, സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവൻ അപകടമുണ്ടായിരുന്നു കരുതി ഞാനൊരു സഹായം ചെയ്തു. അതിന് ജീവൻ നൽകിയ ആള് തന്നെ ജീവിതവും നൽകണം. അല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥാനത്തുണ്ടായെന്ന് വരും. അത്രയ്ക്ക് നിങ്ങൾ അധപ്പതിക്ക് വന്നു? അതെ, നിങ്ങളാണ് കാരണക്കാരൻ. അത് ഒഴിവാക്കേണ്ടതും നിങ്ങളാണ്. സാധ്യമല്ല. നിങ്ങളുമായി ബന്ധപ്പെടുകയെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ വഞ്ചിക്കുകയെന്നാണ് അർത്ഥം. നിങ്ങൾ ആരെയും വഞ്ചിക്കണ്ട. മറ്റൊരു സ്ത്രീയെ രക്ഷിച്ചാൽ മാത്രം മതി. അദ്ദേഹം സിനിമ കണ്ടിട്ടേ വരൂ. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. നോ, ഞാൻ പോകുന്നു. ഇല്ല അനിതേ, നിങ്ങൾ പോകില്ല. നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല.
തരിക്കട്ടെ തരൂ കുളിർ ഞാൻ മാറിച്ചൂടട്ടെ യൗവനം മോഹം കൊള്ളുന്നു യൗവനം മോഹം കൊള്ളുന്നു നീ ഉണർത്തിയൊരു ദാഹവീണയുടെ തന്ത്രി മുറുക്കിടൂ തൊടു തൊടു എന്നെ നീ തരിക്കട്ടെ തരൂ കുളിർ ഞാൻ മാറിച്ചൂടട്ടെ തൊടു തൊടു എന്നെ നീ തരിക്കട്ടെ തരൂ കുളിർ ഞാൻ മാറിച്ചൂടട്ടെ യൗവനം മോഹം കൊള്ളുന്നു യൗവനം മോഹം കൊള്ളുന്നു നീ ഉണർത്തിയൊരു ദാഹവീണയുടെ തന്ത്രി മുറുക്കിടൂ തൊടു തൊടു എന്നെ നീ തരിക്കട്ടെ തരൂ കുളിർ ഞാൻ മാറിച്ചൂടട്ടെ ആരാണ് സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. ഞാൻ ഇവിടുത്തെ ചന്ദ്രശേഖര കൈമളുടെ മകളാണ്, സുവർണ. അച്ഛൻ കുറെ കഴിഞ്ഞു വരും. ഓഹോ, കൊച്ചമ്മയുടെ ഫോട്ടോ അച്ഛൻ എനിക്ക് അയച്ചു തന്നിരുന്നു, അതുകൊണ്ട് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹം ഞാനിവിടുത്തെ അക്കൗണ്ട്സുകളൊക്കെ ചെറുപ്പെടുത്താൻ വന്ന ആളാ. ഇന്നും 2 മാസം ജോലി. ആ ഓഫീസ് റൂം ഇങ്ങോട്ട് മാറ്റൂ. മുമ്പ് അവിടെയായിരുന്നു. ഓഫീസ് റൂം മാറ്റിയില്ല, ഞാൻ എന്റെ ബ്രീഫ് കേസ് ഇവിടെ വെച്ച് മറന്നു. ഇതാണോ? കണക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവർക്ക് ഇത്ര മറവി നല്ലതല്ല, അല്ലേ കൊച്ചമ്മേ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. ഓ ശരി. കൊച്ചമ്മ ഡാൻസ് പഠിക്കായിരുന്നു തോന്നുന്നു. ചിലങ്കയുടെ ശബ്ദം കേട്ടു. അപ്പോൾ കുറെ നേരമായി വന്നിട്ട്? ഇല്ല, ശബ്ദം ഏതാണ്ട് നിലച്ചപ്പോഴാണ് എത്തിയത്. ഞാൻ ഇന്നും കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് നല്ലതാണ്, എനിക്കും ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊക്കെ വളരെ ദിവസങ്ങൾ വേണ്ടി വരും. അതിനെന്താ, ഞാനിനി എന്നും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ തിരിച്ചു പോകണ്ടേ? ഭർത്താവിന്റെ വീട്ടിലേക്കോ? ഉടനെ ഇല്ല, പ്രഭുവുമായി അല്പം പിണങ്ങിയാണ് പോന്നത്. ഇന്ന് തന്നെ പോരാൻ കാരണമുണ്ട്. ഇന്നാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നത്. സത്യത്തിൽ ഏതാണ്ട് വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു ഞങ്ങളുടെ ബന്ധം. സുവർണേ, ഞാനിന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. ഏതായാലും നീ ഇപ്പോഴിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല. അസംതൃപ്തിയായ ഒരു ഭാര്യ ചെയ്യുന്ന ഏത് തെറ്റിനും അവൾ നീതീകരണം കണ്ടെത്തും, അല്ലേ? ഞാനും അങ്ങനെ ഒരു ഭാര്യയാണ്. ഞാനും അങ്ങനെ ഒരു ഭാര്യയാണ്. ഇന്നെന്താ വരുമ്പോഴുള്ള പതിവ് മറന്നോ? പതിവ് മറന്നോന്ന്? ഞാൻ പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാം.
എന്താ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ? ഞാനെന്നും നിന്നെ എങ്ങനെ തന്നെയല്ലേ നോക്കുന്നത്? പിന്നെന്താ ഇന്ന് മാത്രം ഒരു സംശയം? സംശയമോ? ചേട്ടൻ എന്തായി പറയുന്നത്? കാപ്പി കുടിക്കൂ. കണ്ടോ, സൂക്ഷിച്ചെടുക്കാൻ വയ്യായിരുന്നു. ഞാൻ പോയി വേറെ കാപ്പി എടുത്തോണ്ട് വരാം. വേണ്ട ദേവു, എനിക്കൊന്ന് കിടക്കണം. കുളിക്കണ്ടേ? വേണ്ട. ആഹാരം? ഒന്നും വേണ്ട. ചേട്ടന് ഇന്ന് എന്ത് പറ്റി? എന്ത് പറ്റാൻ? ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞതിന് നീ എന്തിനു കുത്തി ചോദിക്കുന്നു? ഇന്ന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് കുഴപ്പം? ഒന്നുകിൽ കണക്കുകൾ ആകെ തെറ്റിക്കാണും, അല്ലെങ്കിൽ പോയ സ്ഥലത്ത് ആരെങ്കിലുമായി വഴക്കുണ്ടായി കാണും. അതൊന്നുമില്ല. ഒരു സുഖം തോന്നുന്നില്ല. ഒന്ന് ഉറങ്ങിയാലെല്ലാം ശരിയാകും. എങ്കിൽ വരൂ, ഞാൻ ഉറക്കാം. ഇന്നാണെന്ന് തോന്നുന്നു ഈ കട്ടിൽ നിൽപ്പ് ദസ്തി കിട്ടുന്നത്. എന്താ, നിന്നോട് പിണക്കമാണോ? ദേവു, അത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ ഒരിക്കലും നിന്നോട് പിണങ്ങില്ല. ആ കൈമളിന്റെ വീട്ടിലെ ജോലികളെല്ലാം തീർന്നോ? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഒരാഴ്ചയായല്ലോ. ഒന്നും ക്രമത്തിലല്ലായിരുന്നു. ഇപ്പോഴാണ് ഒക്കെ ശരിയായത്. ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. അത് മതി. നമ്മുടെ ആത്മാർത്ഥത നമ്മൾ കാണിക്കണം, അത്രയേ ഉള്ളൂ. ആത്മാർത്ഥത ചില പരിതസ്ഥിതികൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര കുഴപ്പം പിടിച്ചതാണോ അവിടുത്തെ പ്രശ്നം? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ. പ്രശ്നങ്ങൾ കൂടുമെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടവളാണ് ഭാര്യ. അല്ലാതെ പിടിവാശിയുടെ പേരിൽ വീട് വിട്ട് ഇറങ്ങുകയല്ല വേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അച്ഛനറിയില്ലല്ലോ. കുറെയൊക്കെ എനിക്ക് ഊഹിക്കാൻ സാധിക്കും. ആണുങ്ങളല്ലേ. അതുകൊണ്ട് എന്തുമാകാമെന്നോ? കഴിഞ്ഞ 1 വർഷമായി ഞാനൊരു വേണ്ട. അച്ഛന് തൃപ്തിയായല്ലോ. അച്ഛന്റെ സ്റ്റാറ്റസിന് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. തകർന്നത് എന്റെ ജീവിതമല്ലേ. ഇവൾ പറയുന്നത് കേട്ടില്ല അനിതേ. എന്നെ കുറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവൾ സ്നേഹിച്ച ഒരു തെണ്ടിയെ ഞാൻ ഇവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ല. മക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പല മാതാപിതാക്കളും മറന്നുപോകുന്നു. ചിലർ സ്റ്റാറ്റസ് നോക്കുന്നു, ചിലർ ലാഭം നോക്കുന്നു. ഓഹോ, നീയും അതാണോ പറയുന്നത്? അപ്പോൾ സുവർണ തിരിച്ചു പോകാൻ തയ്യാറില്ല? പോകും. ഒന്നുകിൽ പ്രഭു എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ പ്രതികാരം നിറവേറിയാൽ. ഇതിൽ രണ്ടാമത്തതേ സംഭവിക്കൂ. പ്രതികാരം? എന്ത് പ്രതികാരം? അച്ഛനത് മനസ്സിലാവില്ല. അച്ഛന് മനസ്സിലാകാത്ത ഒന്നുകൂടിയുണ്ട്. ഒരു നിമിഷമെങ്കിലും ഭർത്താവിന്റെ പരിചരണം ഏൽക്കാതെ ഒരു ഭാര്യയ്ക്കും ദീർഘനാൾ ജീവിക്കാൻ സാധ്യമല്ല. അല്ലേ കൊച്ചമ്മേ? അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷഷ്ടിപൂർത്തിയും കല്യാണം കൂടെ ഒന്നിച്ച് നടത്താനോ? ഷഷ്ടിപൂർത്തിയോ? എന്റെ കമലേ, നിന്റെ ജീവിതം ഈ ടാക്സി പോലെ ആകുന്ന എനിക്ക് സങ്കടമുണ്ട്. ആത്മാർത്ഥമായ പ്രേമത്തിന് മുമ്പിൽ ജോലി ഒരു പ്രശ്നമല്ല ചേട്ടാ. ആത്മാർത്ഥമായ പ്രേമത്തിന് മുമ്പിൽ പട്ടിണി ഒരു പ്രശ്നമാണ്. ഇനി കുറച്ചുനാളുകൂടി കഴിഞ്ഞാ എനിക്ക് വീടിന്റെ മുറ്റത്തിറങ്ങാൻ പറ്റില്ല. എന്താ വെള്ളപ്പൊക്കമാണോ? അണ്ടിയാപ്പി സമരത്തിലോ? ഓ ശരിയാ, കശുവണ്ടി തൊഴിലാളികൾ സമരത്തിലാണെന്ന് ഞാനും കേട്ടു. അണ്ടിയാപ്പീസ് അടച്ചാ നിന്റെ കാര്യം കുഴയുമല്ലോടി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് എത്രയും വേഗം നമ്മുടെ കല്യാണം നടത്തണമെന്ന്. എന്റെ പൊന്ന് കമലേ, ഈ കല്യാണം കച്ചേരി എന്ന് പറഞ്ഞ എടുപിടിയും നടത്താനുള്ളതാണോ? ടാക്സി, എനിക്കൊന്ന് പോണം. ഇത് പോകത്തില്ല. എന്തെങ്കിലും എക്സ്ട്രാ തരാം. എന്ത് തരാമെന്ന് പറഞ്ഞാൽ ഇത് പോകത്തില്ല. വളരെ അത്യാവശ്യമാണ്. അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു വിവരവും ഇല്ലാതെ ടാക്സി. അയ്യോ, ഒരുപാട് നേരമായി. മറ്റു ടാക്സികൾ ഒന്നും നിർത്തുന്നില്ല. അതിപ്പോ എന്റെ കുറ്റമാണോ? ചേട്ടാ, മനുഷ്യരെ ഒന്ന് സ്വൈരമായി നിന്ന് വർത്തമാനം പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമേ? പിന്നെ നിങ്ങൾ എന്തിനാ പണിക്ക് നടക്കുന്നത്? എന്താ, ഞാൻ വല്ല വേണ്ടാതിനും കാണിച്ചോ? ഞാൻ എന്ത് പണി ചെയ്യണം, എപ്പോ ചെയ്യണം, ആരോട് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. എന്തിനൊക്കെ ചുമ്മാ വർത്തമാനം പറയുന്നത്? നില്ലേ എനിക്കൊന്ന് പോണം. അത്യാവശ്യം അപ്പുറത്ത് മുനിസിപ്പാലിറ്റി കക്കൂസ് ഉണ്ട്, അങ്ങോട്ട് പോ. അതല്ലേ വണ്ടി എടുക്കണമെന്ന്? സാധ്യമല്ല. പോണം എന്ന് പറയുമ്പോൾ ഉടനെ പോകുന്നതാണ് അവന്റെ ധാരണ.
അല്ലേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. ലോകത്തിൽ ഒരൊറ്റ ടാക്സി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ. നിങ്ങൾ വേറെ വണ്ടി എടുത്ത് പോകണം. എടോ, ഇതെന്റെ സ്വന്തം വണ്ടിയാണ്. തനിക്ക് ചാരിന്ന് ചൊല്ലാൻ തന്റെ അപ്പൻ സമ്പാദിച്ച വകയല്ല. അനിയന്റെ വണ്ടിയാണോ? എടുത്തോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. ഡ്രൈവർ വന്നപ്പോ നിങ്ങൾക്ക് ഒരിടത്തും പോകണ്ട അല്ലേ? കമലെ, നമുക്ക് വേറെ ടാക്സി ഉള്ളിടത്തോട്ട് പോവാം. ഇടുന്ന ചിരി. ദാസ് എന്റെ വീട്ടിലേക്കാണോ? അതെ. ഞാനും വരുന്നു. നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണോ? ആര് തമ്മിൽ? ദാസും വൈഫും തമ്മിൽ. ദേവു എന്റെ ജീവനാണ്. വെരി ഗുഡ്, അങ്ങനെ വേണം. ആട്ടെ, ദാസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശ്വാസവഞ്ചന ദേവു അറിഞ്ഞെന്നിരിക്കട്ടെ, എന്തുണ്ടാവും? ദേവുവിന്റെ ഹൃദയം തകർന്നു പോകും. അവൾ ആത്മഹത്യ ചെയ്തെന്ന് വരും. പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. വെരി ഗുഡ്, അതാണ് സ്നേഹം. അപ്പോൾ കൊച്ചമ്മയുമായുള്ള ബന്ധം ദേവു അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? സുവർണ അത് മനസ്സിലാക്കിയെന്നോ? അതിന് പ്രത്യേകിച്ചൊരു ബുദ്ധി വേണം. അല്ല, നടുറോഡിൽ ഇങ്ങനെ വണ്ടി നിർത്തിയാൽ എങ്ങനെ ഓടിക്കൂ? എന്റെ ജീവിതം തീർക്കാൻ സുവർണയ്ക്ക് കഴിയും. പക്ഷെ ഞാൻ അപേക്ഷയാണ്, എന്റെ ദേവുവിനെ എന്നിൽ നിന്ന് അകറ്റരുത്. ഒരിക്കലും അകറ്റരുത്. എന്റെ ജീവിതമോ തകർന്നു, ഞാനെന്തിന് മറ്റൊരു ജീവിതം തകർക്കണം? പക്ഷേ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രോമിസ്? പ്രോമിസ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ്. അതിന് ദാസിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് പ്രതികാരം? ചിലരെയൊക്കെ കാണുന്ന നിമിഷത്തിൽ തന്നെ നമുക്കൊരു സ്നേഹം തോന്നാറില്ലേ? ദാസിനെ കണ്ടപ്പോ എനിക്കത് തോന്നി. സുവർണെ, എന്ത് സഹായമാണ് വേണ്ടത്? പറയൂ. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായിരുന്നു, ഒരു വേണു. കോളേജ് ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. BA കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അച്ഛനോട് ഞാൻ എന്റെ പ്രേമബന്ധത്തിന്റെ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞ മറുപടി, മോളെ, ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഇത് തോന്നുന്നതാണ്. നീ പറഞ്ഞ പയ്യനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവനിൽ എന്താണ് നീ പ്രത്യേകത കണ്ടത്? ഭർത്താവാകുന്നതിന് എന്താ അച്ഛൻ പ്രത്യേകിച്ച് വേണ്ടത്? വേണു ഒരു പുരുഷനല്ലേ? പുരുഷനാണ്. എന്താ സ്വത്ത്? MA ബിരുദം. MA ബിരുദമുള്ള എത്രയോ വേണുമാരുണ്ട്. അതുകൊണ്ടായോ? എന്നെ സ്നേഹിച്ച വേണു ഒന്നേ ഉള്ളൂ. ഞങ്ങൾ പരസ്പരം ഹൃദയം കൈമാറിക്കഴിഞ്ഞു അച്ഛ. നീ പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാനത് ചിന്തിക്കുന്നവനാണ്. അച്ഛൻ പറഞ്ഞത് നീ അനുസരിക്കണം. വേണുവിനെ ഞാൻ വഞ്ചിക്കണോ? എനിക്കത് സാധ്യമല്ല. സാധ്യമായേ പറ്റൂ. ഞാൻ കണ്ടുപിടിച്ച വരൻ ലക്ഷപ്രഭുവാണ്. നിനക്ക് അനുയോജ്യനാണ്. ഇത്രയും ഓമനിച്ച് വളർത്തിയിട്ട് നീ ഒന്നുമില്ലാത്ത ഒരുത്തനുമായി തെണ്ടുന്നത് കാണാൻ എനിക്ക് വയ്യ. അച്ഛന് പണമാണ് വലുത്, മകളല്ല. നീ പറയുന്ന വിവരക്കേട് നിന്റെ വിവാഹത്തിന് ശേഷമേ മനസ്സിലാവൂ. ഏതായാലും പ്രഭുവുമായിട്ടുള്ള വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. നീ അത് സമ്മതിച്ചേ പറ്റൂ. ഗുഡ് ഈവനിങ് ഡാർലിംഗ്. താലി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. നീ സുന്ദരിയാണ്. ബട്ട് മൈ ഡിയർ വൈഫ്, എല്ലാ സൗന്ദര്യ വസ്തുക്കൾക്കുള്ളിലും ഒരു വിരൂപത മൂടിക്കിടപ്പുണ്ടാവും. ആം ഐ കറക്റ്റ്? യെസ്, ഐ ആം കറക്റ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പ്രഭു ഇനി ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ വരും. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമാണോ? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല കേട്ടോ സുവർണെ. എപ്പോൾ പരിചയപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം, പരിചയപ്പെട്ടതിന്റെ ഗുണം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വരാൻ ലേറ്റ് ആവും. കമോൺ ടീച്ചർ.
അവിടെ ഇരുന്നോ, അത്ര വലിയ ബഹുമാനമൊന്നും വേണ്ട. വരൂ, ഊണ് കഴിക്കാം. ഊണും തൂണും ഒക്കെ നീ തനിയാൻ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. ഹോട്ടലിൽ രുചികരമായ വിഭവങ്ങൾ ധാരാളമുണ്ട്. ഓ, ഇതിവിടെയും തുടങ്ങി. ഇത് ഹോട്ടലല്ല, വീടാണ്. യു കം ടു ഹോട്ടൽ ഡിയർ. നമുക്ക് അവിടെ കാണാം. ഏതാണ് ആ പെണ്ണ്? ഓ, അത് പറയാൻ വിട്ടുപോയി. അവൾ നല്ലൊരു ക്യാബറ ആർട്ടിസ്റ്റാണ്. നീ അവളുടെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ, കറങ്ങിപ്പോ. ഞാനൊരു ഭാര്യയാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഓ, പറഞ്ഞത് നന്നായി. എന്റെ ഒരു തെറ്റിദ്ധാരണ മാറിയല്ലോ. ബട്ട് ഡാർലിംഗ്, ഞാൻ പണം കൊടുത്ത് എന്നും ഭാര്യമാരെ വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. അത് ഭാര്യയല്ല, വേശ്യാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വീടും ഹോട്ടലും എന്ന സ്ഥല വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ അങ്ങനെയെങ്കിൽ എന്നെ കരുതിക്കൂടെ? എന്നെ എന്തിനിങ്ങനെ അവഗണിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വിവാഹം കഴിഞ്ഞപ്പോൾ 1 വർഷമായി. ഓരോ ദിവസവും നിങ്ങൾ നന്നാവും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഓ, പ്രാർത്ഥിച്ചോ? ഈശ്വരൻ നല്ലവനാണ്, എന്നെങ്കിലും ഫലം തരാതിരിക്കില്ല. പക്ഷെ ഒരു കാര്യം, മറ്റൊരുത്തൻ ചവച്ചു തുപ്പിയ ചണ്ടിയെ എന്റെ ഭാര്യയെന്ന് അംഗീകരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പ്രഭു, എനിക്കിത് മുഴുവൻ അറിയണം. ആരാണ് എന്നെ ചവച്ചു തുപ്പിയത്? പറയൂ, ആരാണ്? നിന്റെ കാമുകൻ വേണു. നിർഭാഗ്യവശാൽ താലി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞതും മറ്റാരുമല്ല, നീ വഞ്ചിച്ച നിന്റെ കാമുകൻ തന്നെ. അയാൾ വൈരാഗ്യം കൊണ്ട് കള്ളം പറഞ്ഞതാണ്. ഞാൻ കളങ്കതയായിട്ടില്ല, സത്യം. ഇക്കാര്യത്തിൽ ഒരു പുരുഷൻ പറയുന്നത് ഞാൻ വിശ്വസിക്കും. സ്ത്രീക്ക് പുരുഷനോടുള്ള സ്നേഹം അയാൾ നൽകുന്ന സംരക്ഷണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അയാളുടെ കുഞ്ഞിനെ താലോലിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. വലിയ സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നീ ഇവിടെ ഒരു ഉപകരണം പോലും ആവില്ല. നിന്റെ ഗർഭപാത്രം ഊഷരമായിരിക്കും, മരണം വരെ. പ്രഭു, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ പ്രതികാരം ഞാൻ നിർവഹിക്കും. ഇവിടെ കിടന്ന് മോങ്ങാനല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾ തന്നെ വേണമെന്നില്ല. നീ എന്താ പറഞ്ഞത്? കോടീശ്വരനായ പ്രഭുവിന്റെ ഭാര്യ പ്രസവിക്കുന്നത് പ്രഭുവിന്റെ കുഞ്ഞിനെയാണെന്നേ ലോകം ധരിക്കൂ. അങ്ങനെയല്ലെന്ന് നിങ്ങൾക്കറിയാം. ആ അറിവായിരിക്കും എന്റെ പ്രതികാരം. വരൂ. എന്റെ പ്രതികാരത്തിന് സ്വഭാവം മനസ്സിലായില്ലേ? ഇതിനാണ് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത്. സുവർണേ, ഞാൻ പോട്ടെ. അപ്പോ എന്നോട് പറഞ്ഞ വാക്ക് ഇത്തരത്തിലൊരു സഹായമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനല്പം പുതുമ കൂടിപ്പോയി അല്ലേ? സാരമില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ മുറിയിൽ മറവിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറക്കുന്നത് ഒരു ബ്രീഫ് കേസ് തന്നെ ആവണമെന്നില്ല. ഒരു പേനയോ ഒരു തുണ്ട് കടലാസോ എന്തുമാവാം. അത് തേടി എവിടെയും ചെല്ലാം. അങ്ങനെ എന്റെ മുറിയിലും വരാം. ഒരു പാവത്തിന്റെ കട ഇനിയും കഴുകി കളഞ്ഞിട്ടില്ല. അതിനു മുൻപ് പാവം പുണ്യമൊക്കെ പരിതസ്ഥിതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്റെ ആവശ്യം പ്രഭുവിനോടുള്ള പ്രതികാരമാണ്. ഒരു മറവി കൂടി അഭിനയിക്കുന്നതാണോ അതോ ദാസിന്റെ കുടുംബം തകർന്നതാണോ നല്ലത്?
कुल्फी कुल्फी है कुल्फी 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 है शादी मेरी कुल्फी है कोई कोई सब कुर्बान कुर्बानी 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 അപ്പോഴേ പാട്ട് മാത്രം പോരാ, ഡാൻസും കൂടി ഉണ്ടെങ്കിൽ കേമമായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. അല്ല, തന്നെ എന്റെ പിയാക്കി എന്നെ വേണം തല്ലാൻ. യെസ് സർ, പക്ഷെ ഇവിടെ വെച്ച് വേണ്ട. സാർ, ഇപ്പോൾ മിസ്റ്റർ ദാസ് ഇവിടെ വന്നിരുന്നു. ഇൻകം ടാക്സ് പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. വെരി ഗുഡ്. സുദർശൻ, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഇല്ല സാർ, അത് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ശരി വാസ്തവ, നമുക്ക് തക്ക പ്രതിഫലമായി ദാസിന് എന്ത് കൊടുക്കാം? നല്ല ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കാം. യു ഫൂൾ, എന്നോട് തന്നെ ചോദിച്ചല്ല ഞാൻ. അനിത എവിടെ? ഞാൻ ദാസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സുവർണ കൊച്ചുകുട്ടിയൊന്നുമല്ല. നമ്മുടെ ബന്ധം തുടരുന്നത് യാതൊരു കാരണവശാലും അവൾ അറിയരുത്. അനിതയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാനല്ലേ? ഞാൻ നോക്കിക്കൊള്ളാം. അത് മതി. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ദാസിനെ ഞാൻ തിരക്കിയത്. എന്താ? നമ്മുടെ ബന്ധത്തെപ്പറ്റി കൊച്ചമ്മയ്ക്ക് യാതൊരു സംശയവും തോന്നരുത്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ ഇന്ന് ഈ സമയത്ത് ഫോൺ ചെയ്യും. വാക്കുമറിയാനുള്ള കുഴപ്പം അറിയാമല്ലോ. ഹലോ, അതെ. ശരി, ഞാൻ വരാം. ആരായിരുന്നു? ഒരു പുതിയ ഫ്രണ്ട്. പുതിയ കമ്പനിയുടെ കാര്യത്തിലാണോ? പുതിയ കമ്പനി. ചേട്ടൻ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ല. ഒരു മാസം കഴിഞ്ഞ് ചേട്ടൻ ഈ മൗനം തുടങ്ങിയിട്ട്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്തു പറ്റിയെന്ന്. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താക്കന്മാർക്ക് സ്നേഹം കൂടുന്നതെന്ന് പറയാറുണ്ട്. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ പറയുന്നത്? എന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ. ഒരിക്കലുമില്ല ദേവ്. ഞാൻ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ശ്രമിക്കും തോറും എനിക്കെന്തോ അസുഖം വരുന്നത് പോലെ. അതും നിന്റെ അടുത്ത് മാത്രം. എന്റെ അടുത്ത് മാത്രമെന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ നത്തിങ്. നമുക്കുറങ്ങാം. അവർ നമ്മൾ നശിപ്പിക്കും. ബാധിക്കോ? അതെ, രക്ഷയ. ഒന്നല്ല, രണ്ട്. എനിക്ക് പേടിയാവുന്നു. എന്താ ദേവ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. എന്റെ മനസ്സിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലെ. അതിന്റെ ഭാരം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ചേട്ടന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറെ നാളുകളായല്ലോ. ഇങ്ങനെ തുടർച്ചയായി ഒരാളുടെ ഉറക്കം നഷ്ടപ്പെട്ടാൽ ആ ഒരൊറ്റ കാരണം മതി അയാളുടെ സമനില തെറ്റാൻ. ഞാൻ നോർമൽ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഏതായാലും നാളെ തന്നെ ഡോക്ടർ പ്രസാദിനെ നമുക്കൊന്ന് കാണണം. പ്രസാദിനെയോ? എനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തുണ്ടോ ദേവു? ഇല്ല,
എന്റെ ചേട്ടന് ഒരു അസുഖവും വരില്ല. എന്തായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? കാണാം. Now you are under my control. Tell me everything. നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും പറയും. Tell me everything. Tell me everything. Tell me everything. എന്നെ അച്ഛനമ്മമാർ വളരെയധികം ലാളിച്ചാണ് വളർത്തിയത്. 10-14 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. ചേച്ചി ഇപ്പൊ വരാട്ടോ മോനെ. അച്ഛനും അമ്മയും ജോലിക്ക് പോകും. മാലതി, ഒന്ന് വേഗം വരൂ, ഓഫീസിൽ പോകാൻ സമയമായി. അവരെന്നോട് പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. ചേച്ചി ഈ കഥ ഒന്ന് പറഞ്ഞു തരാമോ? ചേച്ചി പറഞ്ഞു തരാലോ. ഇതൊരു രാജകുമാരന്റെ കഥയാണ്. മോനെ പോലെ സുന്ദരൻ. പറയൂ, കമാൺ പറയൂ. അവരാണ് എന്നെ ആദ്യമായി തെറ്റിലേക്ക് വലിച്ചിഴച്ചത്. ഉറങ്ങാൻ ധൃതിയായോ? പിന്നെ ഉറങ്ങാം. അച്ഛനോട് പറയും, ഞാൻ അച്ഛനോട് പറയും. ചേച്ചി എന്നെ കാണിക്കും, ഞാൻ അച്ഛനോട് പറയും. നീ പറയുമോ? പറഞ്ഞാ നിന്നെ ഞാൻ കൊന്നു കളയും. മിണ്ടിപ്പോവരുത്. അയ്യോ ചേച്ചി, അന്നു മുതൽ ഒരു സ്ത്രീയുടെ ആജ്ഞാപൂർണമായ പ്രേരണയ്ക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിപ്പോകും. അങ്ങനെയാണ് അതുണ്ടായത്. അങ്ങനെ അതും ഉണരൂ. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുറ്റബോധത്തിന്റെ വീർപ്പുമുട്ടലിലാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഭർത്താവാകാൻ കഴിയാത്തത്, ശാരീരികമായും മാനസികമായും. ലോകത്തിലുണ്ടാവുന്ന പല കുഴപ്പങ്ങളുടെയും അടിസ്ഥാന കാരണം ലൈംഗികമായ നിയന്ത്രണമില്ലായ്മയാണ്. ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവം ചില സമയത്ത് ദാസന്റെ നിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള ചികിത്സ ഞാൻ ചെയ്യാം. പക്ഷേ ദാസ് സ്വയം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താ ഡോക്ടർ? ദേവുവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ ദാസ് ആഗ്രഹിക്കുന്നില്ലേ? അവളില്ലാതെ എനിക്ക് ജീവിതമില്ല ഡോക്ടർ. ദേവു നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മറ്റു 2 ബന്ധങ്ങൾ ഉപേക്ഷിച്ചേ മതിയാവൂ. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ദാസ് തന്നെ തീരുമാനിക്കൂ. ഞാൻ ചില മരുന്നുകളും തരാം. കുറച്ചു നാളത്തേക്ക് ജോലിക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. ദേവു രഹസ്യമൊന്നും അറിയാനിടയാകരുത്. അറിയുമോ ഡോക്ടർ? എന്റെ പ്രൊഫഷനോട് സത്യമുണ്ട്. അത് ഞാൻ മരണം വരെ പാലിക്കും. ധൈര്യമായിരിക്കും. അത് മതി. ദേവു നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മറ്റു 2 ബന്ധങ്ങളും ഉപേക്ഷിച്ചേ മതിയാവൂ. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ദാസ് തന്നെ തീരുമാനിക്കൂ. ചേട്ടാ, ചേട്ടൻ എവിടെ പോകുന്നു? നമ്മുടെ പുതിയ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി 1-2 പേര് അത്യാവശ്യമായി കാണാനുണ്ട്. കമ്പനി കാര്യങ്ങളൊക്കെ കുറെ നാൾ കൂടി കഴിഞ്ഞിട്ട് മതി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആ, ഡോക്ടർ അതൊക്കെ പറയും. ഓരോന്നും അതിന്റെ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എങ്കിലും വണ്ടി എനിക്കെന്താ അത്ര വലിയ അസുഖം വല്ലതുമുണ്ടോ? നൗ ഐ ആം ഓൾ റൈറ്റ്. നീ ഇങ്ങനെ വേഷത്തിലൂടെ നിന്ന് ചിരിച്ചാൽ എന്റെ യാത്ര മുടങ്ങും. ശരി, എങ്കിൽ വേഗം പോയിട്ട് വരൂ. സ്വീറ്റ് ഗേൾ. സാർ, ആരോ കാണാൻ വന്നിരിക്കുന്നു. രാത്രി ഹോട്ടലിൽ വരാൻ പറ. പെണ്ണല്ല. Come on, take your seat. ഇവിടെ
എനിക്ക് മനസ്സിലായില്ല. എന്റെ പേര് മോഹൻ സുന്ദർദാസ്. ഞാനൊരു ഓഡിറ്ററാണ്. കൈമൾ സാറിന്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്താ കാര്യം? സുവർണയെ നിങ്ങൾ പോയി വിളിച്ചുകൊണ്ടുവരണം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നല്ലൊരു ഭാവി നശിപ്പിക്കുന്നത് ശരിയാണോ? വെയിറ്റ്. ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതിന് നന്ദി. അംഗം കുറിച്ച് വേർപെട്ടവരാണ് ഞങ്ങൾ. എന്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് ബോധ്യമാകുന്നവരെങ്കിലും അവൾ എന്റെ ഭാര്യയായിരിക്കില്ല. അത് ബോധ്യപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. അത് തെറ്റാണ്, പാവമാണ്. ഒന്ന് പോണം മിസ്റ്റർ. നിങ്ങൾക്കെന്തോ മെന്റൽ തകരാറുണ്ടെന്ന് തോന്നുന്നു. വാട്ട് യു മീൻ? ഐ മീൻ ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. എന്റെ നരകം എനിക്ക് വിട്ടേക്കൂ. വരണം സർ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അല്പം സ്വകാര്യമായി സംസാരിക്കാനാണ് ഫോൺ ചെയ്തത്. വിഷയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി. എന്താ കാര്യം? സെക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ പാറക്കൂട്ടത്തിലേക്ക് അത്യാവശ്യമായ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് സെക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്നോ? സാറിന്റെ ജീവിതം വിജയമാണോ? ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ തുറന്നു പറയാം. എന്റെ വികാരങ്ങൾക്ക് ഇനിയും നര ബാധിച്ചിട്ടില്ല. പക്ഷെ അത് നിറവേറ്റാനുള്ള കെൽപ്പ് എന്റെ ശരീരത്തിന് ഇല്ലാതായിപ്പോയി. പൊട്ടക്കുപ്പിയിൽ പതയുന്ന വീഞ്ഞാണ് ഞാൻ. അപ്പോൾ തൃപ്തിയില്ലായ്മയിൽ നിന്ന് കൂടുതൽ തെറ്റുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നല്ലേ? ഇല്ലതാ, ഇതെന്റെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ നാട്ടുകാർക്ക് അതൊരു സംസാര വിഷയമായി തീരും. ഒരു സ്ത്രീയെ ജീവിതകാലം മുഴുവൻ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനീ പ്രസ്റ്റീജ് എന്ന കളനാണെ സൂക്ഷിക്കുന്നു? അതിരിക്കട്ടെ, നിങ്ങൾക്കിതിൽ എന്താണ് ഇത്ര ഇൻട്രസ്റ്റ്? അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്ക് സാധ്യമല്ല. അനതി അവരുടെ വഴിക്ക് വിടണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അത് പറയാൻ നിങ്ങൾക്കുള്ള അവകാശമാണ് എനിക്കറിയേണ്ടത്. ഞാൻ ചോദിച്ചിട്ടായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇതെന്നെ വിളിച്ചു വരുത്തി എന്റെ ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭ്രാന്താണോ നിങ്ങൾ പറയുന്നത്? ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ ലൈഫ് എങ്ങനെയും മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അതിനാരുടെ ഉപദേശവും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെപ്പോൾ അനതി ഉപേക്ഷിക്കില്ല? ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒരാൾക്ക് സ്വീകരിക്കാനും വയ്യ, ഒരാൾക്ക് ഉപേക്ഷിക്കാനും വയ്യ. എന്നിട്ടിപ്പോൾ ഞാൻ നശിക്കണം? ഇല്ല, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. ചേട്ടാ, വീട്ടിൽ നിന്ന് ടെലിഗ്രാം. എന്താ? അമ്മ ആശുപത്രിയിലാണ്, നമ്മൾ വേഗം ചെല്ലണമെന്ന്. ഓ, അതേപോലെ പ്രഷറിന്റെ അസുഖമായിരിക്കും. നമുക്കൊന്ന് പോണ്ടേ? നീ വേണമെങ്കിൽ പൊയ്ക്കോളൂ, എനിക്ക് അല്പം വിശ്രമിക്കണം. ചേട്ടന് സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിട്ടിട്ട് പോകും? എനിക്കെന്താ അസുഖം? അതൊന്നും സാരമില്ല. ഇന്ന് കുറെ യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണ്. നീ പോയിട്ട് എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. എങ്കിൽ ഞാൻ പോകാൻ ഒരുങ്ങട്ടെ. അത് രണ്ടും പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? എനിക്ക് ജയിക്കാൻ എന്താണ് വഴി? എനിക്ക് ജയിക്കാൻ എന്താണ് വഴി? ടൈഗർ, ഇന്ന് നിനക്ക് ഇത്തിരി ജോലിയുണ്ട്. ഒരു മഹാസദസ്സിൽ പ്രസംഗിക്കാനുള്ളതാണ്. കമാ.
ഹലോ. എന്താ ഉറക്കമായിരുന്നോ? ആ പിന്നെ ദാസിന്റെ വൈഫ് നല്ല സുന്ദരിയാണല്ലോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കണ്ടു. ഓഹോ, അവരുടെ വീട്ടിലേക്ക് പോയതാണോ? അപ്പോ നിങ്ങൾ അവിടെ തനിച്ചാണെന്നർത്ഥം. അത് സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു. സുവർണേ. അനിതേ, 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 ഇന്ന് ഞാൻ ഭീമമായ ഒരു തമാശ കാണിക്കാൻ പോവുകയാണ്. ഇന്ന് ക്ലബിന്റെ ഒരു നല്ല ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ നമ്മുടെ ടൈഗറിന്റെ കുര ടേപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സദസ്സിൽ വെച്ച് ഒരു മാന്യൻ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ടേപ്പ് അങ്ങ് ഓൺ ചെയ്യും. ആലോചിച്ച് നോക്കൂ അവിടുത്തെ ആ രംഗം. ടൈഗർ, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ജോക്ക്. യു ലവ്. സുഹൃത്തുക്കളെ, ഇതാ ഒരു മാന്യൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. Come on, come on. ആ സമയം നോക്കി ഓടിക്കണം. ടൈഗർ, 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 ഇവിടെ വരൂ. ഓ, ഒരു കലാബോധമില്ലാത്ത പട്ടി. Come on, ടൈഗർ. പ്രഭു. ടൈഗർ, ഗോ. പ്രഭു, എന്താ അമ്മാവനൊരു അത്ഭുതം? ഞാൻ തന്നെ. അതുകൊണ്ടാണ് അത്ഭുതവും. എന്റെ കഴിഞ്ഞകാല ജീവിതത്തോട് എനിക്ക് വിരക്തി തോന്നി. ആ വിട്ടിത്തം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുവർണയെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ സ്വപ്നം കാണുകയല്ലോ. വരൂ അമ്മാവൻ. ഓഹോ, എന്റെ മോളിന്ന് എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയാമോ? വരൂ പ്രഭു. വരൂ പ്രഭു, വരൂ. സുവർണേ, ഇതാരാ വന്നിരിക്കുന്നു നോക്കിക്കേ. സുവർണേ, നിന്നെ വിളിച്ചുകൊണ്ട് പോകാനാണ് പ്രഭു വന്നിരിക്കുന്നത്. പ്രഭു ഇരിക്കും. നിനക്കെന്താ വിശ്വാസമായില്ലേ? ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ബോധ്യമായത്. എങ്ങനെ? ഇന്നലെ നിന്റെ കോളേജ് സുഹൃത്ത് വേണുവിന്റെ വിവാഹമായിരുന്നു. ഞാനും പോയിരുന്നു. നിങ്ങൾ തമ്മിൽ തെറ്റായ യാതൊരു ബന്ധവുമില്ലെന്ന് അവൻ തുറന്നു പറഞ്ഞു. അത് നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുപോകാൻ വന്നത്? അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിശ്വസിച്ചത്. അവൻ പറഞ്ഞാൽ വിശ്വസിക്കാനും ബാധ്യതയില്ലേ? പ്രഭു, നാം തമ്മിൽ വലിയ പരിചയമില്ല. എങ്കിലും എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ് കൊച്ചമ്മ? ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ട് വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധത്തിന് എന്ത് നിലനിൽപ്പുണ്ട്? കഴിഞ്ഞതെല്ലാം മറക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഏത് നിമിഷവും പോരാൻ ഒരുക്കമാണ് പ്രഭു. സത്യത്തിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. ഈ സന്തോഷം ആഘോഷിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടുന്നുള്ളൂ. നാളെ പോയാ മതി. മറ്റു വല്ല ആഘോഷമാണെങ്കിൽ ഞാൻ നിർത്തി. പ്രഭു, ഇന്ന് ക്ലബിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോകാം. ഞാനൊരു കോമഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സദസ് മുഴുവൻ പൊട്ടിച്ചിരിക്കും. അമ്മാവൻ ഉണ്ടായിരിക്കുന്നതിനൊരു വലിയ കോമഡിയാണല്ലോ. ഓ, ഞാനിത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? സാരമില്ല, റിവൈൻഡ് ചെയ്യാം. ടൈഗർ, സുഹൃത്തുക്കളെ, ഇതാണ് ഒരു മാന്യൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. Come on, come on. സുവർണേ, ദാസിന്റെ ഭാര്യ വീട്ടിലില്ലാത്ത നേരത്ത് നീ എന്തിനവിടെ പോകുന്നു? ഞാൻ പോകുന്നെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇപ്പോൾ ഫോൺ ചെയ്തതിന്റെ ഉദ്ദേശം? പോകുന്നെങ്കിൽ തന്നെ കൊച്ചമ്മയ്ക്ക് ചോദിക്കാൻ എന്ത് കാര്യം? കൊച്ചമ്മയും ദാസുമായിട്ടുള്ള ബന്ധം ഞാൻ അറിയുന്നില്ലെന്നാണോ ധരിച്ചത്? ഞാനത് അറിയിച്ചില്ലെന്ന് മാത്രം. നീ അത് അറിഞ്ഞുവല്ലേ? എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യനെ തന്നെ നീ സ്വന്തമാക്കി. വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എനിക്ക് എന്റെ പ്രതികാരമാണ് വലുത്. പ്രഭുവിനെ തോൽപ്പിക്കണം. കൊച്ചമ്മയും ദാസുമായിട്ടുള്ള ബന്ധം ഞാൻ അറിയേണ്ട കാര്യമില്ല. ഇങ്ങനൊരു ബന്ധത്തിനെ കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ അമ്മാവൻ പറഞ്ഞ സത്യമാണ്. ഇത് ഓൺ ചെയ്തു വെച്ചാൽ ഒരു സദസ്സെന്തിന് ലോകം മുഴുവൻ പൊട്ടിച്ചിരിക്കാൻ ഇരുമതി. ഇന്നലെയാണ് ബോധ്യമായത്. ഇന്നലെ
എന്റെ കോളേജ് ഞാൻ നിങ്ങൾ തമ്മിൽ തെറ്റായ യാതൊരു ബന്ധവുമില്ലെന്ന് അവൻ തോന്നുന്നു. ഞാൻ വിശ്വസിച്ചു. I will kill you. നിൽക്കോടെ, നിന്നെ ഞാൻ വിടില്ല. ഭാര്യ എന്റെയും കുഞ്ഞു നിന്റെ അല്ലടാ റാസ്കൽ. അപ്പോൾ രഹസ്യം സുവർണ്ണ പറഞ്ഞല്ലേ? അത് മാത്രമല്ല, ആ ഡാൻസുകാരി പെണ്ണില്ലേ, അവളും നിന്റെ വെപ്പാക്കാനുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കി. ആ കിഴവൻ തന്തയ്ക്ക് ഒരു പ്രശ്നമില്ലായിരിക്കും, പക്ഷേ ഞാനാണ്. കുടുംബവും അന്തസ്സും നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ മറ്റു 3 പേരും മരിക്കണം. അതെ, അവരെ കൊല്ലണം. സുവർണ്ണ, ഞാൻ പറയുന്നത് കേൾക്കൂ സുവർണെ. എനിക്കിനി നീ മാത്രം മതി. അനിതയും വേണ്ട, ദേവവും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം. പ്രഭു എന്നെ കൊണ്ടുപോകാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പ്രതികാരത്തിന് അർത്ഥമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തകർന്നു. അതെ, അയാൾ നമ്മുടെ ബന്ധം നാട് മുഴുവൻ പാട്ടാക്കിയാൽ? ഇതുവരെയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, ഉപകരണമാക്കുകയായിരുന്നു. ഇപ്പോൾ ദാസ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മെടുക്കി. ഇനിയെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കും ഇപ്പോൾ സുവർണ എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. വരൂ, നിന്നെ ഞാൻ സ്വർഗം കാണിക്കാം. സ്വപ്നം പൂത്ത നെഞ്ചിൽ ഹർഷതാളം നൃത്തമേളം സ്വർഗം തിരയും മെയ്യിൽ അംഗരാഗം പൂമ്പരാഗം മനസ്സിൽ അലങ്കരിക്കും മധുരരാഗ ശയനമഞ്ചം മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം സ്വപ്നം പൂത്ത നെഞ്ചിൽ ഹർഷതാളം നൃത്തമേളം സ്വർഗം തിരയും മെയ്യിൽ അംഗരാഗം പൂമ്പരാഗം മനസ്സിൽ അലങ്കരിക്കും മധുരരാഗ ശയനമഞ്ചം മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം
മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം. അല്ലിത്തേനുള്ളം ശൃംഗാരം കൊള്ളുന്നിതാ ഇന്നു മധുരാനുഭൂതികളിൽ നീന്താൻ. അല്ലിത്തേനുള്ളം ശൃംഗാരം കൊള്ളുന്നിതാ ഇന്നു മധുരാനുഭൂതികളിൽ നീന്താൻ. എന്റെ പ്രിയ ഹംസമേ കാറ്റിൻ ഗതികൾ അറിയാതാടും മലരാണു നീ. സ്വപ്നം പൂത്ത നെഞ്ചിൽ ഹർഷതാളം നൃത്തമേളം സ്വർഗം തിരയുമെയിൽ അംഗരാഗം പൂമ്പരാഗം മനസ്സിൽ അലങ്കരിക്കും മധുരരാഗ ശയനമഞ്ചം. മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം. മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം. നിന്റെ ഉന്മാദം പൂമാരി പെയ്യുന്നിതാ ഇന്നു കലമാനും ഇളമാനും ആകാൻ. നിന്റെ ഉന്മാദം പൂമാരി പെയ്യുന്നിതാ ഇന്നു കലമാനും ഇളമാനും ആകാൻ. എന്റെ രതിശില്പമേ കാറും കോളും അറിയാതൊഴുകും പൂന്തോണിനീ. സ്വപ്നം പൂത്ത നെഞ്ചിൽ ഹർഷതാളം നൃത്തമേളം സ്വർഗം തിരയുമെയിൽ അംഗരാഗം പൂമ്പരാഗം മനസ്സിൽ അലങ്കരിക്കും മധുരരാഗ ശയനമഞ്ചം. മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം. മുമ്പേ മോഹമേഘം പിമ്പേ സൂര്യദാഹം. ഈ 4 പേർക്കാണ് എന്നെ നശിപ്പിക്കാൻ കഴിയുന്നത്. 1, 2. അതിൽ 2 പേർ നശിച്ചു. ഇനി 2 പേർ കൂടി മരിച്ചാൽ ദേവു നമുക്ക് സുഖമായി ജീവിക്കാം. ചേട്ടൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയാണോ? ദേവു നീ എവിടെ പോയിട്ട് വരുന്നു? ദാസേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ചേട്ടന് എപ്പോഴും തമാശയാണ് മിനി. ആരാ ഇത്? അയ്യോ, ഇത് എന്റെ അനിയത്തി മിനി, അറിയുന്നില്ലേ? ചേട്ടൻ എന്തിനാ ഈ കൈക്കണക്ക് കൂട്ടുന്നത്? നമ്മുടെ കമ്പനിക്കാരും തന്നെ. 4 പേരായിരുന്നു തടസ്സം. അതിൽ 2 പേരെ പ്രശ്നം ഒതുക്കി. ഇനിയുമുണ്ട് 2 പേർ. എപ്പോഴും ഈ കമ്പനിയുടെ കാര്യം തന്നെ. അതല്ലേ പ്രധാനം. ഞാൻ പോയാൽ 3-4 ദിവസവും തിരിച്ചു വരാം. അതുവരെ നിനക്ക് മിനിയുണ്ടല്ലോ കൂട്ടിന്. നമുക്ക് വീട്ടുകാര്യങ്ങളും പറഞ്ഞ് ഇവിടെ ഇരിക്കാം. ഞാൻ ഇപ്പൊ പോയാലേ വീട്ടുകാര്യങ്ങളൊക്കെ ശരിയാവും. ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ കാത്തിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. ഈ
ചേട്ടന് ഒരു ശ്രദ്ധയുമില്ല. ഇതെന്താ മരുന്നും കുപ്പിയൊക്കെ ഇവിടെ കിടക്കുന്നത്? ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ പോയി കളഞ്ഞല്ലോ. ചേച്ചി, ദാസേട്ടന് വല്ല അസുഖമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എവിടേക്കാ പോയതെന്ന് ഒരു ഊഹവുമില്ലല്ലോ. അനിതേ, എന്താണ് ഇത്ര താമസം? വരുന്നതാ, അല്പം ക്ഷമിക്കൂ. ഒന്ന് വേഗമാകട്ടെ, എനിക്കിനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. മറ്റു രണ്ടുപേരെ കാണാതായതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഞാൻ പണ്ടൊരു എക്സ്കർഷന് വന്നിട്ടുള്ളതാണ് ഇവിടെ. ഒരു സായിപ്പിന്റെ ബംഗ്ലാവാണ്. അന്നേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇവിടെ കിടന്ന് ആരെങ്കിലും മരിച്ചാൽ ഈ ലോകത്താരും അറിയില്ലല്ലോ എന്ന്. ദാസ്, ഞാൻ തയ്യാറായി കഴിഞ്ഞു. മദ്യം പകരും. How beautiful you are. സത്യമാണ്. നല്ല എക്കമല്ലേ? ഹേ, അത് ഞാൻ തരാം. എന്റെ കൈ കൊണ്ട് മരിക്കാൻ തയ്യാറെന്ന് നീ പറഞ്ഞതല്ലേ? നിങ്ങളുടെ സാന്നിധ്യത്തിലെന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. എന്നെ കൊന്നിട്ട് നിങ്ങളൊരു കൊലപാതകിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കുടിച്ചോളൂ, ഞാൻ പോകുന്നു. ദാസ്, അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. മനസ്സിലായി, നിനക്കൊന്ന് ഡാൻസ് ചെയ്യണമായിരിക്കും. പക്ഷെ തൽക്കാലം വേണ്ട. ഈ സമയത്ത് അത് മഹാബോറായിരിക്കും. അതല്ല, ഈ വേഷമണിഞ്ഞ് അരങ്ങേറ്റം നടത്തുക എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിക്കാൻ പോകുകയല്ലേ. ഞാനിതാ മരണത്തിലേക്ക് ഒരു നൃത്തം വെച്ച് അരങ്ങേറുക. പിന്നെ എന്താ വേണ്ടത്? മരണം ദുഃഖമാണ്. ദാസന്റെ സന്തോഷവും ദുഃഖവും സന്തോഷവും ഒരേ നിമിഷത്തിൽ എന്നിൽ സംഭവിക്കണം. ദാസിൽ ലയിച്ച് എനിക്ക് മരിക്കണം. അനുവദിക്കില്ലേ? പറയൂ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഒരു പുതുമയുള്ള മരണം എനിക്കും കാണാമല്ലോ. Come on. അടിമത്വത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഒരാൾ കൂടി. ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ഞാൻ കൈമളാണ്. അതെ, അവരെ പറ്റി വല്ല വിവരമുണ്ടോ? മകളെയും മരുമകനെയും മാത്രമല്ല, ഇപ്പൊ ഭാര്യയും കാണാതായിരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കപ്പെടുന്ന മറ്റൊരാളെ കൂടി കാണാതായിരിക്കുന്നു. ആ വിവരങ്ങളെല്ലാം ഞാൻ നേരിട്ട് വന്ന് പറയാം. യെസ്. നീ എന്നെ
തീർക്കാൻ പോവുകയാണോടാ യൂദാവേ? കാലം മറന്നു കിടക്കുകയാണ് നിന്നെ. അതുകൊണ്ട് ആ ജോലി ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിൽക്കവിടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? അതെ, ഭ്രാന്ത്. നീ കൂടെ മരിച്ചാലേ എന്റെ ഭ്രാന്ത് തീരൂ. നിന്നെയെങ്കിലും എന്റെ കൈ കൊണ്ട് കൊല്ലണം. എടാ, നിന്നെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ കഴിയൂ. ടൈഗർ, 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 ടൈഗർ. പിടിക്കവനെ. എന്നെ വിട്ടേക്കൂ. എന്നെ എന്തിനു കൊല്ലണം? എല്ലാ തെറ്റും ചെയ്തത് നീയല്ലേ. എനിക്കൊറ്റ ന്യായമേ ഉള്ളൂ. നീ ജീവിച്ചിരുന്നാൽ എന്റെ തെറ്റുകളുടെ കഥ ദൈവം അറിയും. അതവളെ തകർക്കും. ഇല്ലതാ, അവൾ മരിക്കാതിരിക്കാൻ നീ മരിക്കണം. എന്നെ വിട്ടേക്കൂതാ. അയ്യോ, അയ്യോ, അയ്യോ. ദാസ്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് ദാസ്, എന്നെ കൊല്ലരുത് ദാസ്. Close. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാലും ക്ലോസ്. ഓക്കെ, ഓക്കെ. പക്ഷേ മരണം എന്നെ വല്ലാതെ കളിപ്പിച്ചു. ആരെയും കൊല്ലാൻ സാധിച്ചില്ല. നെവർ മൈൻഡ്.
ഇവിടെ വാ. എന്താണ് ഈ കാണിക്കുന്നത് ചേട്ടാ? കുഞ്ഞിന് നോവും കേട്ടോ. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വരുന്ന വിവരം ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഒന്നാമത് സുഖമില്ലാതെയാണ് പോയത്. ഒരാഴ്ചയെ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? വിഷമൊക്കെ ഇന്ന് തീർക്കാം. മിനി അകത്തുണ്ട്. ഏത് മിനി? ചേട്ടനത് മറന്നുപോയോ? എന്റെ അനിയത്തി വന്ന കാര്യം ഓർമ്മയില്ലേ? ഓ മിനി, ഇനി അവൾ പൊയ്ക്കോട്ടെ, ഞാൻ വന്നില്ലേ? തൽക്കാലം സാറൊന്ന് അടങ്ങിയിരിക്കെ, ഞാൻ പോയി ചായ കൊണ്ടുവരാം. മിനി, ചേട്ടൻ വന്നു, ഞാൻ കണ്ടു. ചേട്ടൻ ഇന്ന് നല്ല മൂഡിലാന്ന് തോന്നുന്നു. പോടി. ചന്ദ്രശേഖര കൈമളയും ഭാര്യയെയും കാണാനില്ല. 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ മകളുടെയും മരുമകന്റെയും മൃതദേഹങ്ങൾ സംശയാസ്പദമായ ചുറ്റുപാടിൽ പോലീസ് കണ്ടെത്തിയത്. അന്വേഷണം ഊർജിതമായി തുടരുന്നു. ആ നശിച്ച പട്ടി. രാത്രിയിൽ വല്ല പട്ടിയും കുറയ്ക്കുന്നതിന് ചേട്ടൻ എന്താ? ഉറങ്ങാൻ നോക്ക്. മിനിയാണോ? പോയിറങ്ങിക്കോ. വരൂ, നമുക്കുറങ്ങാം. ചേട്ടൻ നല്ലത് മുക്കി ചിന്തിച്ച് ഇന്നലത്തെ പോലെ വല്ല അസുഖം വിളിച്ചു വരുത്തണ്ട. ഉറങ്ങിക്കോളൂ. ഇതെന്താ വിയർക്കുന്നത്? ഒന്നുമില്ല. ഇനി ഞാൻ ശരിപ്പെടുത്തിയതിന്റെ കാര്യം, നീ ജീവിച്ചിരുന്നാൽ എന്താ ദേവു, ഒരാഴ്ചയായി ചേട്ടൻ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ട് വന്നോ? ഇന്നലെ വന്നു. എന്നിട്ടെന്താ അമ്പലത്തിൽ വരാത്തത്? പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ തിരക്കിലാണ്. ഞാൻ വരട്ടെ. നീ കാരണം 4 മരണങ്ങളുടെ കഥ ലോകമറിയും.
ചേട്ടാ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഭ്രാന്ത്? ആർക്കാണ് ഭ്രാന്ത്? ചേട്ടൻ എന്തിന് പട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു? എന്തിനു ഇതിനെ ഭയപ്പെടുന്നു? നീയും അവരുടെ പക്ഷത്താണ്. പട്ടിയത്താൽ നിനക്കെന്താ രസം? എല്ലാം ഭേദമായി എന്നാണല്ലോ ഞാൻ കരുതിയത്. ഇല്ല ചേച്ചി, ചേട്ടന് മുഴുപ്രാന്താണ്. നിങ്ങൾ ചോദിച്ചോ? കൊടുക്ക്, രണ്ടുകൂടെ കൊടുക്ക്. എന്നെ ഭ്രാന്തനൊക്കെ വന്നിരിക്കാൻ ഇവളിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. പോ ഇവിടുന്ന്. വരൂ ചേട്ടാ. ഹലോ ഡോക്ടർ, ചേട്ടന്റെ സംസാരവും പെരുമാറ്റമൊക്കെ ആകെ മാറിപ്പോയി. ആ പട്ടി അദ്ദേഹം വീട്ടിൽ കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ചിലർക്ക് പട്ടികളെ പൊതുവെ ഭയമാണ്. പിന്നെ ദാസ് അത്ര സുഖമല്ലാത്ത അവസ്ഥയിലുമായിരുന്നല്ലോ. പക്ഷേ പട്ടിയെ വീട്ടിൽ കയറ്റി കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് എനിക്ക് പേടിയാകുന്നു. ആട്ടെ, നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ കഴിയുമോ? വരാം ഡോക്ടർ. ചേട്ടാ, നമുക്ക് ഉടനെ ഡോക്ടർ പ്രസാദിന്റെ അടുത്ത് പോവാം. മനസ്സില്ല. മനസ്സിലെന്ന് അയാൾ മന്ത്രവാദിയാണ്. അയാൾ മാൻഡ്രാക്കിന്റെ വിദ്യ പഠിച്ചിട്ടുണ്ട്. എല്ലാ രഹസ്യവും ഇവനിൽ ചോർത്തിയെടുക്കും. ചേട്ടൻ എന്താ അത്ര വലിയ രഹസ്യം? പറയൂ ചേട്ടാ, എന്താ അത്ര വലിയ രഹസ്യം? ഒന്നുമില്ല. എങ്കിൽ വരൂ. ചേട്ടൻ എന്തോ മാനസികമായി ശരിയല്ല. ഭ്രാന്താണെന്ന് തെളിച്ചു പറഞ്ഞോ? നീയും പറയാൻ എനിക്ക് ഭ്രാന്താണെന്ന്. അല്ല, ഞാൻ തെളിയിക്കാം. നിന്റെ പേര് ദേവു, എന്റെ പേര് ദാസ്. കണ്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്തും ഞാൻ ഡോക്ടറെ അടുത്ത് പോകണം? ദൈവമേ, ചേട്ടൻ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? എനിക്ക് നിലയിൽ എന്റെ ചേട്ടനെ കാണാൻ വയ്യ. വരൂ, ഡോക്ടറെ അടുത്ത് പോകാം. ഞാൻ വരില്ല. വന്നേ പറ്റൂ. ആജ്ഞാപിക്കുകയാണോ? നീയും? അല്ല. പിന്നെ നിനക്കെന്താ നിർബന്ധം? എനിക്കറിയാം, നിനക്കെപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കണം. ആ ഡോക്ടർ നീ തമ്മിൽ പ്രേമമാണ്. നിങ്ങൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. എന്ത് ചേട്ടനാണോ ഈ പറയുന്നത്? ചേട്ടൻ? നിന്റെ ചേട്ടൻ? പറയടി, ഞാനില്ലാത്ത എത്ര രാത്രികൾ അവനോട് വന്നിട്ടുണ്ട്. എനിക്കറിയാം, പുരുഷന് ലൈംഗിക ബലഹീനത ബാധിച്ചാൽ സ്ത്രീ പരപുരുഷനെ പ്രാപിക്കും. അത്തരം 1000 ഭാര്യമാരെ ഞാൻ കാണിച്ചു തരാം. ഇത്തരം സ്ത്രീകളുടെ കണക്കെടുക്കലാണ് ഇപ്പോൾ ചേട്ടന്റെ ജോലി. ചേട്ടാ, 1000 കൊണ്ട് ഈ ലോകത്തിലെ ഭാര്യമാരുടെ എണ്ണം തീരുന്നില്ല. ചേട്ടൻ ഇനിയും എണ്ണണം. ചേട്ടന്റെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു സ്ത്രീയെങ്കിലും കണ്ടുമുട്ടും. അത് ഞാനാണെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസമില്ലെങ്കിൽ ബന്ധങ്ങളില്ല. ശരി, എങ്ങും പോകണ്ട. വരൂ, കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാം. ദേവു, ഞാൻ എന്നെ ഇനി ശ്രദ്ധിക്കുന്നില്ല. ചേട്ടന്റെ സമാധാനത്തിൽ മാത്രമാണ് ഇനി എന്റെ ശ്രദ്ധ. നീ വീട്ടിൽ ചെന്നാലും ഇതൊന്നും ആരെയും അറിയിക്കരുത്. ഇതെന്റെ മാത്രം ദുഃഖമാണ്. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എവിടെ പോയി? എന്നെ പോലീസ് പഠിപ്പിക്കാൻ പോയതാണോ? സാർ, ഇവനാണ് എന്റെ യജമാനെയും മറ്റു 3 പേരെയും കൊല ചെയ്തത്. ഇവനെ അറസ്റ്റ് ചെയ്യണം സാർ. അയ്യോ, എന്റെ ചേട്ടി കൊണ്ടുപോകരുത്. കൊണ്ടുപോയി ഞാൻ മരിക്കും.
എന്റെ ചേട്ടൻ കൊലപാതകയാണോ? ദേവു, ഇതെല്ലാം ആരറിയരുന്ന് ഞാൻ ആഗ്രഹിച്ചോ ആ നീ എല്ലാം അറിഞ്ഞു. എന്റെ കൊലപാതകത്തിന്റെ കഥ, ഞാൻ മറ്റു 2 സ്ത്രീകളുടെ ഭർത്താവായ കഥ എല്ലാം നീ അറിഞ്ഞു. എന്താ പറഞ്ഞത്? 2 സ്ത്രീകളുടെ? കണ്ടോ, ഇനി എന്നോടൊപ്പം ജീവിക്കില്ല. എന്നെ നീ പോലീസിൽ പിടിപ്പിക്കും. പക്ഷെ അതിനു മുൻപ് ഒരു മരണം കൂടി സംഭവിക്കണം. ചേട്ടാ, ഹലോ, ഡോക്ടർ പ്രസാദിനെ വിടല്ലേ? ഞാൻ ദേവുവാണ് സംസാരിക്കുന്നത്. എന്റെ ചേട്ടനെ രക്ഷിക്കണം. എന്റെ ചേട്ടനെ രക്ഷിക്കണം. ചേട്ടനെ അസുഖം പോയി. ശബ്ദിക്കരുത്. ദാസ്, അവിവേകം കാണിക്കരുത്. നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പോടുന്നു. ദാസ്, പറയുന്നത് കേൾക്കൂ. ഞങ്ങളോടൊപ്പം വരൂ. നോ, പോടുന്നു. ഞാൻ എവിടെയും കൊണ്ടുപോകും. അതെന്റെ കാര്യമാണ്. നിങ്ങൾ തലയിടരുത്. ദാസ്, അരുത്. ദേവുവിനെ കൊല്ലരുത്. ദേവുവിനെ ഞാൻ കൊല്ലുകയോ? ഇല്ല, എനിക്കതിന് സാധിക്കില്ല. ഇനി അവൾ എന്നോടൊപ്പം കഴിയില്ലെന്ന് എനിക്കറിയാം. ദേവു, ഇനി ഒരു മരണം കൂടി സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്റെ മരണമാണ്. ദാസ്, നിങ്ങൾ എന്തിനു മരിക്കണം? ഞാൻ ചേട്ടനോടൊപ്പം ജീവിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഇത്രയും തെറ്റുകാരനായ ഒരു ഭർത്താവിനോടൊപ്പം നിന്നെപ്പോലെ സ്ത്രീക്ക് ജീവിക്കാൻ സാധ്യമല്ല. ചേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കുന്നവളല്ലേ ചേട്ടാ ചേട്ടന് ഈ ദേവു. സ്നേഹം കൊണ്ട് ചേട്ടനെ തിരുത്താൻ എനിക്ക് അറിയാമായിരുന്നല്ലോ. ഇല്ല ദേവു, വൈകിപ്പോയി. ഞാൻ മരിക്കേണ്ടവനാണ്. എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇൻസ്പെക്ടർ, നിസ്സാരമായ ഒരു തെറ്റ് മനസ്സിലിട്ട് വളർത്തി വലുതാക്കി കളഞ്ഞു ദാസ്.
ഇപ്പോൾ ഒരു പ്രത്യേകതരം മാനസിക രോഗത്തിന് അടിമയാണ് അയാൾ. കുടുംബ കലഹങ്ങൾ കൊണ്ട് എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്നേഹം കൊണ്ട് ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. റെഡി സാർ. ഡോക്ടർ വരുന്നില്ലേ? പൊയ്ക്കോളൂ. ഓക്കെ. തമസോമാ ജ്യോതിർഗമയ.